ഹോർമുസിൽ അമേരിക്കൻ കപ്പലിന് നേരെ ഇറാൻ വെടിവെച്ച് തുരത്തി. കഴിഞ്ഞ രാത്രിയാണ് ഈ സംഭവം ഔദ്യോഗികമായിട്ട് തന്നെ ഇറാന റിപ്പോർട്ട് ചെയ്തത്. അവർ പറയുന്നത് പ്രതിരോധ സംവിധാനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അമേരിക്കയുടെ കപ്പലിന് നേരെയാണ് ഇറാൻ വെടിവെക്കുകയും തുരത്തുകയും ചെയ്തത്. എന്നാൽ വെടിവെപ്പ് നടന്നതിന് ശേഷം പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവരുടെ കപ്പൽ അപ്പാടെ തന്നെ പിരിഞ്ഞു പോവുകയായിരുന്നു ഉണ്ടായത് എന്നുള്ളതും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ IRGC പുറത്തുവിട്ടിരിക്കുന്നത്. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലിനെ ആക്രമിക്കുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുകയോ ചെയ്താൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയതിനോടനുബന്ധിച്ചാണ് ഈ പ്രവൃത്തി നടന്നത് എന്ന ഒരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അഥവാ അമേരിക്കയുടെ സൈനികരോ കപ്പലുകളോ മെഡിറ്ററേനിയൻ കടലിലോ അറേബ്യൻ കടലിലോ സുരക്ഷിതരല്ലെന്നും കപ്പൽ തങ്ങൾ മുക്കുമെന്നുമായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ആദ്യം തന്നെ പ്രതികരിച്ചത്. ഹോർമുസ് കടൽ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും തടസ്സം നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും. അത് അമേരിക്കക്ക് എല്ലാ കാലത്തും ഓർമ്മിക്കാൻ പാകത്തിലുള്ളതായിരിക്കും എന്നുള്ള ഒരു ഭീഷണി മുന്നറിയിപ്പുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്തുണ്ടായത്. അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു കപ്പലിനെ ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ സാധിക്കാത്ത വിധം മാനസികമായി തന്നെ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു. തങ്ങളുടെ കപ്പലുകൾ ഏത് ഭാഗത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. അതിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും എന്ന് ചൈനയെ മുന്നറിയിപ്പ് നൽകി. ചൈനയുടെ രണ്ടിൽ കൂടുതൽ കപ്പൽ ഈ മേഖലയിലൂടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിനിടയിൽ തന്നെ കടന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ കപ്പലുകളും ഏറെക്കുറെ 60-ലധികം കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രശ്നം സങ്കീർണമായിരിക്കുന്നതിനിടയിൽ തന്നെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്ക ചില ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഥവാ അവർ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമൃദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുത നിലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ സഹായം നൽകാൻ തയ്യാറാണ്. പകരം എന്ത് ചെയ്യണം, ആണവായുധ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാനും തയ്യാറാകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സമ്പുഷ്ട യുറേനിയം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് തെറ്റിപ്പിരിഞ്ഞ കരാർ വീണ്ടും പുനരിൽ വരുന്ന സമയത്ത് ചില നിബന്ധനകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു. അഥവാ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, 20 വർഷത്തേക്ക് സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തികളും നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പറഞ്ഞത്. അത് 5 വർഷത്തേക്കാക്കി പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറാൻ പറഞ്ഞു. 5 വർഷം തങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളതും അതിൻ്റെ കാഠിന്യം കുറക്കാൻ വേണ്ടി ഡയലൂട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം എന്നും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു. ഇത് രണ്ടും തൃപ്തികരമല്ലായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അമേരിക്ക ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പരാതി അവരുടെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം മറ്റ് രാജ്യത്തിന് കൈമാറണം, പ്രത്യേകിച്ച് അമേരിക്ക കൈമാറണം എന്നുള്ളതാണ്. അമേരിക്ക കൈമാറാൻ വല്ല കാരണവശാലും പറ്റുന്നില്ലെങ്കിൽ അത് മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശത്തിലേക്ക് എത്തിക്കണം എന്നുള്ള അഭിപ്രായം അതോടനുബന്ധിച്ച് തന്നെ പറഞ്ഞു. ഇത് രണ്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അപ്പോൾ 20 വർഷം എന്നുള്ളത് ഒരു നീണ്ട കാലയളവാണ്, അത് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട ഹോർമുസ് കടലിൽ നിന്ന് ചുങ്കം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ചുങ്കം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് അനുവദിക്കില്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അത് തങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണെന്നും തങ്ങൾ ആ പ്രവൃത്തി ചെയ്യുമെന്നുള്ളതും ഇറാൻ പറയുകയും ചെയ്തു. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇറാൻ്റെ ഭാഗത്തോളം. ഇറാൻ അതിന് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: 20 വർഷത്തേക്ക് സമ്പുഷ്ട യുറേനിയം ഡയലൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് പകരമായി 20 വർഷം
ഹോർമുസ് കടലിൽ ചുങ്കം പിരിക്കാനുള്ള അനുമതി അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ലഭിക്കണം. ഇതാണ് അവർ പ്രധാനമായിരിക്കുന്നത് പറയാം. അത് പകരമായി നൽകണമെന്നുള്ളത്. ഈ ഒരു വിഷയം വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ പെട്ടിരിക്കുകയാണ്. ഇതിന് കൃത്യമായ രീതിയിൽ എങ്ങനെ മറുപടി പറയണം എന്നറിയാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 20 വർഷത്തേക്ക് അവിടെ ഇങ്ങനെ ഡയലൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് നിയന്ത്രിക്കപ്പെടുന്ന ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിയന്ത്രിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും വർഷം എന്ത് ചെയ്യണം? ഹോർമുസ് കടലിൽ ചുങ്കം പിരിക്കാനുള്ള അനുമതി നൽകണം. അപ്പോൾ അവിടെ വർഷം കുറയ്ക്കുകയാണെങ്കിൽ, അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം വരുന്നത്, അത് 5 വർഷത്തേക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഹോർമുസിൽ 5 വർഷം പരിമിതപ്പെടും. അങ്ങനെ ആ സമയത്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ആണവശേഷി ഈ 5 വർഷത്തിനിടയിലോ 5 വർഷത്തിനോടനുബന്ധിച്ചോ ആണവശേഷി ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 2 പ്രതിസന്ധി ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒന്ന്, ആണവായുധ ഇല്ലാത്ത ഒരു രാജ്യമാക്കി ഇറാനെ മാറ്റുക എന്നുള്ളത് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ആവർത്തനം ഇപ്പോഴും അവർ പറയുന്നു. അതായത് ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ടാവാൻ പാടില്ല, വല്ല കാരണവശാലും ആണവായുധം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പ്രയോഗിക്കുക ഇസ്രായേലിൻ്റെ നെഞ്ചത്തായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്ന രീതിയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശത്തെ അപ്പടി സ്വീകരിക്കാനോ അപ്പടി നിരസിക്കാനോ പറ്റാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നീടുണ്ടാകുന്ന സ്ഥിതികൾ അഥവാ നഷ്ടപരിഹാരം ഇറാൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിനും ഒരു തീരുമാനമായിട്ടില്ല. അതിന് ഹോർമുസ് കടൽ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് പകരമാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരികയോ അത്തരം ഒരു അഭിപ്രായമോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീട് അമേരിക്കക്കെതിരെ ലോകം തിരിയാൻ സാധ്യതയുണ്ട്. കാര്യം അമേരിക്ക വരുത്തിവെച്ച യുദ്ധത്തിന് മറ്റുള്ള ആളുകൾ എന്തിന് ബലിയാടാകുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു രാജ്യമായി നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മാറിയിരിക്കുന്നു. ഇസ്രായേൽ ഏതായാലും അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒന്നുകൂടി ഈ കാര്യങ്ങൾ കർക്കശമാക്കുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അമേരിക്കക്കുണ്ടാവും. അഥവാ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ യുദ്ധസ്ഥിതികളുള്ളത്. ഒരു തലത്തിലും വിജയിക്കാൻ സാധിക്കില്ലെന്ന് ഏറ്റവും ഒടുവിലും അമേരിക്കയുടെ ഇൻ്റലിജൻസ് അമേരിക്കക്ക് വിവരം നൽകിയിരിക്കുന്നു. യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനപ്പുറം യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉചിതമായിരിക്കുന്ന കാര്യം ഇത് ഒരു ജയിക്കാത്ത യുദ്ധമാണ്. വിജയിക്കാത്ത യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിന്ന് വെറുതെ പ്രയാസപ്പെടുന്നതിനേക്കാളും മാനക്കേടുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അത് ഒഴിവാക്കുന്നതാണ് എന്ന തരത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മാറണം എന്നുള്ളത് കൂടി ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ അമേരിക്ക അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലെന്ന് അവർ ആവർത്തിക്കുന്നു. അവർ ആ കാര്യം പറഞ്ഞത് അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ കപ്പലുകളെ നിരീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള സംവിധാനത്തെയും സൈന്യത്തെയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഈ മേഖല ഉണ്ടാവുകയും കപ്പൽ തടയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഇറാൻ ആക്രമിക്കുന്ന രീതി ഉണ്ടാവും. ആ ആക്രമിക്കുന്ന രീതിയോടനുബന്ധിച്ച് ഇവർ പിന്തുണ നൽകുകയും ചെയ്യും, ചൈന പിന്തുണ നൽകുകയും ചെയ്യും. ചൈനയുടെ കപ്പൽ സുഖകരമായി ഇപ്പോൾ കടന്നു പോയിട്ടുണ്ട്. അതിന് പ്രതിസന്ധിയോ വിഷയങ്ങളോ നിലവിലെ സാഹചര്യത്തിലില്ല. അതിന് സമാനമായ രീതിയിലുള്ള അവസ്ഥാ സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇറാൻ്റെ കപ്പലുകൾ കടന്നു പോയിട്ടുണ്ട്. അതായത് ഇറാൻ ഇപ്പോഴും ചുങ്കം വാങ്ങുന്നു. ആ ചുങ്കത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അതിൽ ഇടപെടാൻ പോലും ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഇറാൻ്റെ മുന്നേറ്റം എന്നുള്ളത്. അഥവാ അമേരിക്കയുടെ സൈനികർ, വ്യോമ മേഖലയിൽപ്പെട്ട സൈനികരെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് നയിക്കേണ്ടത്, എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും അനുഭവിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് മറ്റുള്ള രാജ്യങ്ങളും കൂടി തങ്ങളോട് സഹകരിക്കണം എന്നുള്ള ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരിക്കണം, ഇത് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ആ തരത്തിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഈ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സഹകരണം ഉണ്ടാവില്ല. ഒരു സൗഹൃദ രാജ്യത്തെ ശത്രുവാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഇപ്പോൾ എന്തൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് കഠിനമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാര്യം ഇറാൻ അറ്റു നിൽക്കുന്ന സ്ഥിതിയാണ്. അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യും. വെറുതെ എന്തിനാണ് ശത്രുവിനെ വരുത്തി തീർക്കുന്നത് എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ചർച്ചാ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവർ രണ്ട് തരത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നു. ഒന്ന്, 22-ാം തീയതി വെടിനിർത്തലിൻ്റെ കരാർ വ്യവസ്ഥ അവസാനിക്കുന്നതോട് കൂടിയിട്ട് 2 ആഴ്ചകൾക്ക് കൂടി വെടിനിർത്തൽ നീട്ടും എന്നൊരു അഭിപ്രായം പുറത്തു വന്നു. പിന്നീട് യഥാർത്ഥത്തിൽ അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടില്ല. അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും അത് ട്രംപ് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലും വിവരങ്ങൾ വന്നു. ട്രംപ് അതിന് മുൻപ് പറഞ്ഞു വെച്ചത് 22-ാം തീയതിക്ക് ശേഷം അല്ലെ 22-ാം തീയതിയോടുകൂടി പ്രശ്നം തീരും എന്നുള്ളതാണ്. അഥവാ യുദ്ധവിരാമമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയും പുരോഗതി ഉണ്ടാക്കാനുള്ള വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് തങ്ങൾ ഈ യുദ്ധവിരാമം ഉണ്ടാക്കും. അതിനുള്ള കഠിനമായിരിക്കുന്ന ശ്രമം തങ്ങൾ നടത്തുകയാണ് എന്നാണ് ഈ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. പക്ഷേ ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് 2ാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ ഇറാനിലെത്തുകയും ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മസൂദ് പെഷഷ്കിയാനുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ട് സംസാരിച്ച റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് മുൻപ് പറയപ്പെട്ട അതേ കാര്യം തന്നെയാണ്. തങ്ങൾക്ക് ഭീമമായിരിക്കുന്ന നഷ്ടം ഉണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ഈ രാജ്യത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം അനീതിയും നികൃഷ്ടവുമായിരിക്കുന്ന പ്രവൃത്തിയാണ്. തങ്ങളുടെ ആത്മീയ നേതാവിനെ വധിച്ചിരിക്കുന്നു. തങ്ങളുടെ കുട്ടികളെ 168ഓളം കുട്ടികളെ ഒരു സ്കൂളിന് അപ്പാടെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധമോ യാതൊരു ഈ സഹകരണമോ ഇല്ലാത്ത തരത്തിലുള്ള ആളുകളെ പോലും, അല്ലെങ്കിൽ അവരുമായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത ആളുകളെ പോലും ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയെ തങ്ങൾ അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അതിന് കഠിനമായിരിക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കണം എന്ന നിലപാടിൽ നിന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാൻ മാറിയിട്ടില്ല. ഇറാൻ നിൽക്കുന്ന സ്റ്റാൻഡ് അത് കൃത്യമാണ്. അത് നിലനിൽപ്പിൻ്റെ സ്റ്റാൻഡാണ്. അതിൽ നിന്ന് വിട്ടുവീഴ്ചയില്ല എന്നുള്ളിടത്തേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോഴും ഇറാൻ്റെ നിലപാട് ഇപ്പോഴും ഉള്ളത് എന്നുള്ളത് അമേരിക്ക വലിയ രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ്.